ഹലോ, ഇന്ന് വാട്ട്സ് ഓൺ മൈ ഡെസ്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഈ ഒരു ഡെസ്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സോ ഇന്നലെയാണ് ഞാനിത് സെറ്റാക്കിയത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഡെസ്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ ഒരു കിൻഡർ ജോയിൽ നിന്ന് കിട്ടിയ ഒരു ഫെയറി ഉണ്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ വെച്ചതാണ്. പിന്നെ ഞാൻ ഡെസ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഹലോ എന്ന് വെച്ചിട്ടുള്ള ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡെസ്ക് ഡെക്കോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ സൈഡിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലോറൽ തീമിൽ വരുന്ന വാഷി ടേപ്പ് ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൽ വെച്ച് നോക്കി. അപ്പോൾ ഭയങ്കര ക്യൂട്ടാണ്, നമുക്ക് ജേർണലിലൊക്കെ ചെയ്യാം. അപ്പോൾ ഭയങ്കര ഫ്ലോറൽ തീമൊക്കെ കിട്ടും. അപ്പോൾ അതുണ്ട്. അതിൻ്റെ സൈഡിൽ എൻ്റെ ട്വീസേഴ്സ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് 5 ട്വീസേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ജേർണലിൽ ചെയ്യുമ്പോൾ ഒരു ഹോൾഡർ വേണം. അപ്പോൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യൂട്ട് ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 ബ്ലാക്ക് ട്വീസേഴ്സും 2 പിങ്ക് ട്വീസേഴ്സും ആണുള്ളത്. അതിൽ ഒന്ന് ഹോം മെയ്ഡാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പ് ഇടാത്ത ട്വീസറാണ്. കാരണം ബ്ലാക്കാണ് ഒന്നും കൂടി നമുക്ക് ചെയ്യാൻ സുഖം. ആൻഡ് സ്റ്റിക്കേഴ്സൊക്കെ പ്ലക്ക് ചെയ്യുമ്പോൾ അതാണ് ഒന്നും കൂടി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു ക്യൂട്ട് പെൻ ഹോൾഡറാണ്. ഇത് ഞാൻ ഡെസ്കിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഇങ്ങനത്തെ 3 ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന പെൻസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെൻസൊക്കെ എനിക്ക് ജേർണലിംഗ് ചെയ്യാൻ ഒന്നും കൂടെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് മൾട്ടി കളറാണ്. പിന്നെ ഉള്ളത് ഈ ഒരു പിങ്ക് ഹൈലൈറ്ററാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ക്യൂട്ടാന്ന് കണ്ടപ്പോൾ ഞാൻ അതിൽ വെച്ചതാണ്. പിങ്ക് വൈറ്റ് തീമിലാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഈ ഒരു ഹൈലൈറ്റർ കൂടി ഉണ്ട്. ഇതിൽ മൾട്ടി കളർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പിങ്ക് ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്. ഇത് നല്ല സ്റ്റിക്കിയാണ് ആൻഡ് ഭയങ്കര ക്യൂട്ടുമാണ്. അപ്പം ഞാൻ ഈ ഒരു പെൻ ഹോൾഡറിൽ വെച്ചു. പിന്നെ ഉള്ളത് ഈ ഒരു കട്ടർ നൈഫാണ്. ഇതും പിങ്ക് കളർ ആൻഡ് വൈറ്റിൽ വരുന്ന കളേഴ്സാണ്. അപ്പം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ആൻഡ് ഇത്രയും ഐറ്റംസാണ് ഞാൻ ഈ ഒരു പെൻ ഹോൾഡറിൽ വെക്കുന്നത്. ഇനിയാണ് നമ്മളുടെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ക്രോഷെറ്റ്. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ബർത്ത്ഡേക്ക്. അപ്പോൾ അത് പിങ്ക് വൈറ്റ് എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ വെച്ചതാണ്, ജസ്റ്റ് കീ ചെയിൻ ഒന്നും ചെയ്യാതെ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ പാർട്ട്. ഇത് ബുക്ക് ഹോൾഡറാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡയറീസാണ്. ഇതെൻ്റെ ക്യൂട്ടായിട്ടുള്ള ജേർണൽ ഡയറി ആണ്. ആൻഡ് ഇതിൽ ജേർണൽസും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇതും ചെയ്യലുണ്ട്. സാൻഡിയോ ജേർണൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് സ്റ്റിക്കർ ബുക്കാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് വാങ്ങി. മൾട്ടി കളേഴ്സാണ് ആൻഡ് നല്ല എസ്തെറ്റിക് ആൻഡ് ക്യൂട്ടാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഡയറിയാണ്. ഇത് നമ്മൾ ജേർണൽ കിറ്റിൽ നിന്ന് കിട്ടിയ ജേർണൽ ഡയറി ഞാൻ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ട് ആക്കിയതാണ് ഈ ഒരു ഡെസ്കിൽ വെക്കാൻ. പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച മൊമോസോയിൽ നിന്ന് വാങ്ങിച്ച ഇങ്ങനത്തെ ഒരു ഡയറിയാണ്, ആപ്രിക്കോട്ടിൻ്റെ ഡിസൈനൊക്കെ വരുന്ന. അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങിച്ച പിങ്ക് ആൻഡ് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ മൊമോസോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡയറിയിൽ മാഗ്നറ്റിക് ക്ലോസറാണ് വരുന്നത്. പിന്നെ ബോർഡറായിട്ട് കുറേ ഡിസൈൻസ് ഉണ്ട് പേജസിൽ. പിന്നെ ഈ ഒരു നമ്മളുടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മിനി നോട്ട്ബുക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ബുക്കും ഉണ്ട്. ഇത് മൊമോസോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ മൊമോസോയിൽ നിന്ന് വാങ്ങിച്ചത് ഈ ഒരു ക്യൂട്ട് ഡയറിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു സ്റ്റിക്കി നോട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മൊമോസോയിൽ നിന്നും വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബുക്ക് ഹോൾഡറിലുള്ളത്. പിന്നെ മൂൺ ലാമ്പാണ്. മൂൺ ലാമ്പിൽ ഞാൻ ലൈറ്റ് വെച്ചിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ആണല്ലോ കരുതിയിട്ടാണ് ഈ ഒരു മൂൺ ലാമ്പ് ഇവിടെ വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും, നല്ലൊരു വാം ലുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇനി നമുക്ക് നമ്മളുടെ കുറച്ച് സിമ്പിളായിട്ടുള്ള പാർട്ടാണ് വരുന്നത്. അതെ, ഈ ഒരു പൗച്ച്. ഈ ഒരു പൗച്ചിൽ ഞാൻ മൊമോസോയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഒരു സാധനമുണ്ട്. പിന്നെ ടെഡ്ഡി ബിയർ ഉണ്ട്, സ്റ്റിക്കി നോട്ടും ഉണ്ട്, പിന്നെ ഗ്ലൂ ഉണ്ട്. അപ്പോൾ അത്രയേ വരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഡെയിലി ജേർണൽ ഡയറി. പിന്നെ അതിൻ്റെ താഴത്ത് പേപ്പർ കട്ടറും
ഡസ്റ്റ്ബിന്നും പിന്നെ കുറച്ച് വാഷി ടേപ്സിൻ്റെ കളക്ഷൻസും ആണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്, ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്.